ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ഹെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർ വെബ് സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. നമുക്കിതിന് വേണ്ടത് ഫ്രെയിമും സൂചിയും പിന്നെ ഇത് ട്രേസ് ചെയ്യാനായിട്ടൊരു ട്രേസിങ് ഷീറ്റുമാണ്. ഇനിയിപ്പോൾ ട്രേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെറ്റീരിയലിലോട്ട് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ട്രേസിങ് ഷീറ്റിൽ ജസ്റ്റ് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതാണ് വരയ്ക്കുന്നത്. അപ്പം നമുക്കിതിനായിട്ട് 3 ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കാം. സർക്കിളും പിന്നെ അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു 3 ലീഫും. കറക്റ്റ് 3 സർക്കിൾ വേണമെന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ഡിസൈൻ 3 സർക്കിൾ വെച്ചായിട്ടാണ്. ഒരു സർക്കിൾ ഒരു ഫ്ലവർ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ ലീഫ് കൂടെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെറ്റീരിയലിലോട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാർബൺ പേപ്പർ, വൈറ്റ് കാർബൺ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും വൈറ്റ് കാർബൺ പേപ്പർ. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലോട്ട് വരച്ചെടുക്കാം. നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോക്കൊക്കെ വരച്ചിട്ടുണ്ട്. ചെയ്ത് വരുമ്പോഴത്തേക്ക് മാഞ്ഞു പോകും. അതാണ് ഇങ്ങനെ ട്രേസിങ് ഷീറ്റോ അല്ലെങ്കിൽ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആങ്കറിൻ്റെ 6 ഇഴയുള്ള നൂല് തന്നെയാണ് ഫുൾ എടുക്കുന്നുണ്ട്. 6 ഇഴയാണ് നമ്മൾ മേടിക്കുമ്പം അത്രയും തന്നെ നൂലെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം ഏതെങ്കിലും ഈ സർക്കിളിൻ്റെ എവിടെയെങ്കിലും ആ ലൈനയിൽ ഒരിടത്ത് നൂല് കുത്തി താഴേന്ന് കുത്തി എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് കുത്തി താഴ്ത്തുക. അതുപോലെ തന്നെ ക്രോസ് ആയിട്ട്. അങ്ങനെ ഇത് നമുക്ക് ഒരു 8 ആയിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളിത് 8 ആയിട്ട് പാർട്ട് ചെയ്തെടുക്കണം. പാർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറേ കുത്തി താഴ്ത്തി ഇതൊന്ന് കെട്ടി നിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ ഒന്ന് കെട്ടി നിർത്തുക. അതിന് ശേഷം സെൻറ്ററിൽ നിന്ന് കുത്തി പൊക്കിയെടുക്കുക. സൂചി ഏതെങ്കിലും ഒരു അടുത്തുനിന്ന് ഇഷ്ടമുള്ളിടത്തുനിന്ന് കുത്തി പൊക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് സൂചി മുകളിലെടുത്തതിന് ശേഷം നമ്മൾ എടുത്തതിൻ്റെ തൊട്ട് ബാക്കിലത്തെ സ്ട്രാൻഡിൻ്റെയും ഫ്രണ്ടിലത്തെ സ്ട്രാൻഡിൻ്റെയും അടിയിൽ കൂടെ നൂല് വലിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നൂല് വന്ന് നിൽക്കുന്നതിൻ്റെ ബാക്കി കൂടെയും തൊട്ട് ഫ്രണ്ടിലത്തേൻ്റെയും അടിയിൽ കൂടെ അങ്ങനെ വേവ് ചെയ്ത് ഇത് ഫുള്ള് റൗണ്ട് ചെയ്തെടുക്കുക.
ഇത് ഫുള്ള് എല്ലാം ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ സൂചി കുത്തി താഴ്ത്തിയിട്ട് കെട്ടിട്ട് നിർത്താം. അപ്പോൾ ഏതെങ്കിലും നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ കുത്തി താഴ്ത്തുക. അതിനുശേഷം പുറകിൽ കെട്ടിടുക. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 3 ഫ്ലവറും ചെയ്തെടുക്കാം. ഞാൻ 3 ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ലീഫിൻ്റെ തുമ്പത്തുനിന്ന് നമ്മൾ കെട്ടിട്ട് നൂലിങ്ങ് പൊക്കിയെടുക്കണം. നൂല് പൊക്കിയെടുത്തിട്ട് കുറച്ച് താഴെ ആ ലൈനിൽ നമ്മൾ കുത്തി താഴ്ത്തുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ കുത്തിയെടുത്തത്, ഫസ്റ്റ് കുത്തിയെടുത്ത് അതിൻ്റെ കുറച്ച് മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കുത്തിയതിൻ്റെ കുറച്ച് താഴെ കുത്തിയെടുക്കുക. അങ്ങനെ ചെയ്ത് പോവുക. ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിൽ കെട്ടിട്ട് നിർത്താം. ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 എണ്ണം കൂടെ ചെയ്തെടുക്കാം.